ജനാധിപത്യം വിജയിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ജനാധിപത്യത്തിൻ്റെ പരിമിതി ഇതാണ്. നമ്മുടെ നാട്ടിൽ യഥാർത്ഥത്തിലുള്ള ജനാധിപത്യം ഇല്ല. 5 കൊല്ലത്തിനൊരിക്കൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. തോറ്റ പാർട്ടി ജയിച്ച പാർട്ടിക്ക് വേണ്ടി മാറിക്കൊടുക്കുന്നുണ്ട്. സുപ്രീം കോടതി ഉണ്ട്, ഹൈക്കോടതികളുണ്ട്, എഴുതപ്പെട്ട ഭരണഘടനയുണ്ട്, മൗലികാവകാശങ്ങളുണ്ട്, മനസാക്ഷി സ്വാതന്ത്ര്യമുണ്ട്, മറ്റ് പലതും. പക്ഷേ ജനാധിപത്യ സമ്പ്രദായം വിജയിക്കാത്തതെന്ന് വെച്ചാൽ ആളുകൾക്ക് സ്വതന്ത്രമായ അഭിപ്രായ പ്രകടനം നടത്താനോ ശരിയായ രീതിയിൽ അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കാനോ കഴിയുന്നില്ല. സ്ഥാനാർത്ഥികൾ നിർണ്ണയിക്കുന്ന ജാതിയുടെ അടിസ്ഥാനത്തിലും മതത്തിൻ്റെ അടിസ്ഥാനത്തിലുമാണ്, ഇല്ലേ? ഇപ്പോഴത്തെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. തിരുവനന്തപുരം മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി ഒന്നുകിൽ നായരായിരിക്കണം അല്ലെങ്കിൽ നാടാരായിരിക്കണം. ആറ്റിങ്ങലാണെങ്കിൽ നമുക്ക് ഈഴവനല്ലാത്ത ഒരാളെക്കുറിച്ച് ചിന്തിക്കാനേ പറ്റില്ല. കൊല്ലം നായർ സംവരണ മണ്ഡലമാണ്. 2 പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ നായന്മാർ മാത്രമായിരിക്കും. കോട്ടയത്താണെങ്കിൽ ക്രിസ്ത്യാനിയായിരിക്കും. എറണാകുളത്താണെങ്കിൽ ക്രിസ്ത്യാനിയായ പോലെ ലത്തീൻ ക്രിസ്ത്യാനിയായിരിക്കണം. സുറിയാനി പറ്റില്ല. ഇത് ഒരു മണ്ഡലത്തിൻ്റെ മാത്രം കാര്യമല്ല. മിക്കവാറും എല്ലാ സ്ഥലങ്ങളും ഇതുപോലെ എന്താണ് കളം തിരിച്ച് വച്ചിരിക്കുക. അപ്പോൾ സ്ഥാനാർത്ഥികൾ നിർണ്ണയിക്കുന്നതിൽ ജാതിയുണ്ട്, മതമുണ്ട്, പിന്നെ പണം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ പിന്നെ ജനാധിപത്യത്തിന് എന്താ അർത്ഥമുള്ളത്? അങ്ങനെ പോകുമ്പോഴാണ് ഈ കാര്യങ്ങൾ തുറന്നു പറയുക എന്നുള്ളൊരു വലിയ ദുഷ്കരമായ കാര്യമാണ്. പിന്നെ ഞാൻ എന്തുകൊണ്ട് പറയുന്നത് വെച്ചാൽ എനിക്കതിന് പല സൗകര്യങ്ങളും ഉണ്ട്. ഒന്നാമത് ഞാൻ ഈ BA BL പാസ്സായിട്ടുള്ള വക്കീലാണ്. വക്കീലന്മാരെ ആളുകൾക്ക് പൊതുവെ പേടിയാണ്, അറിയപ്പെടില്ല. പല ആൾക്കാരും എന്നോട് ചോദിച്ചാൽ നിങ്ങൾക്ക് ഭീഷണി ഉണ്ടോ എന്ന്. സത്യത്തിൽ ഒരു ഭീഷണി ഇതുവരെ ഉണ്ടായിട്ടില്ല. അതെന്ന് വെച്ചാൽ വക്കീലന്മാരെ ആളുകൾക്ക് പൊതുവെ പേടിയാണ്. പോലീസുകാർ പോലും ഇത്തിരി അകന്ന് നിന്നിട്ട് ആരും വക്കീലന്മാരെ സ്നേഹിക്കില്ല, അറിയോ? വക്കീലന്മാരെ ആരും സ്നേഹിക്കില്ല. പക്ഷേ എല്ലാവർക്കും ഈ പണ്ടാരക്കാലിന് ഇനി എന്താ ചെയ്യാൻ പോകണമെന്നുള്ളതിനെക്കുറിച്ച് ഒരു ഉൾഭയമുണ്ടാവും. അതായിരിക്കും ഒരു കാരണം ഞാൻ വിചാരിക്കും. പിന്നെ ഞാൻ ആരുടെ അടുത്ത് ഒരു ഓശാരത്തിനോ സൗകര്യത്തിനോ പോകാറില്ല. പിന്നെ എനിക്കാരും പേടിക്കേണ്ട ആവശ്യമില്ല. മുകളിൽ ആകാശം, താഴെ ഭൂമി എന്ന് വെച്ചാൽ പിന്നെ നമുക്ക് അതായിരിക്കും ഒരു കാരണം എന്ന് എനിക്ക് തോന്നുന്നു. ഇതുവരെ ഭീഷണി ഉണ്ടാകില്ല. പക്ഷേ സാധാരണക്കാരാണെങ്കിൽ ഭീഷണി ഉണ്ടാകും എന്നവർ ഭയപ്പെടുത്തും. ഒരാൾക്ക് പലരും പറയാറുണ്ട്, ഞങ്ങൾക്കൊക്കെ പറയണമെന്ന് ആഗ്രഹമുള്ള കാര്യമാണ് സാറ് പറയുന്നത്. സാറിനാവുമ്പോൾ പറയാമല്ലോ, നമുക്കാവുമ്പോൾ പേടിക്കണം. നിങ്ങളാരെ പേടിക്കുന്നത്? സത്യത്തിൽ പേടിക്കാനൊന്നുമില്ല. ധൈര്യസമേത കാര്യങ്ങൾ അങ്ങോട്ട് പറയാമെന്നുള്ള തന്നെ ഉള്ളൂ. കാര്യങ്ങൾ തുറന്ന് പറയുക എന്നുള്ളൊരു ശീലമാകണം. അതാണ് നമ്മുടെ ജനാധിപത്യ സംസ്കാരത്തിലേക്കുള്ള ആദ്യത്തെ ചുവടുവെപ്പ് എന്ന് ഞാൻ വയ്ക്കും. സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് പറ്റില്ല കേട്ടോ. സർക്കാർ ഉദ്യോഗസ്ഥന്മാർ തുറന്ന് പറയാൻ തുടങ്ങിയാൽ പിറ്റേ ദിവസം സസ്പെൻഷൻ കിട്ടും. ബാക്കിയുള്ളവർക്ക്, സർക്കാരിലും പോലീസിലുള്ളവർക്ക് പറ്റില്ല. ബാക്കിയുള്ളവർക്ക് ധൈര്യസമേതം കാര്യങ്ങൾ തുറന്ന് പറയാം. പക്ഷേ ഈ എതിർക്കാതിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, എതിർക്കുന്നത് എങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത്. ഞാനത് പറഞ്ഞു, ഈ ടൈറ്റിലിനോട് തന്നെ എനിക്ക് എതിർപ്പാണ്. ടൈറ്റിലിനെ തന്നെ എതിർത്തുകൊണ്ട് ഞാൻ പറയുകയാണ്, എതിർക്കുന്നത് എങ്ങനെ എന്നാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. എതിർക്കേണ്ടത് പലപ്പോഴും ഉള്ളൊരു കാര്യം, പലരും അന്ധമായിട്ട് എതിർക്കുന്നവരാണ്. ഇന്ന ആൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും തെറ്റായിരിക്കും എന്ന് ആദ്യമേ തീരുമാനിക്കും. അല്ലെങ്കിൽ ഇന്ന ആൾ ചെയ്യുന്നത് മുഴുവൻ ശരിയായിരിക്കുമെന്ന് വിചാരിക്കുന്നു. അതിലും വലിയ അസംബന്ധം വേറൊന്നുമില്ല. ഒരാൾ ചെയ്യുന്ന എല്ലാം ചിലപ്പോൾ തെറ്റായിരിക്കും, പക്ഷേ ഒരാൾ ചെയ്യുന്ന എല്ലാം ശരിയാവാൻ ഒരു സാധ്യതയില്ല. അയാൾ പറയുന്നതൊക്കെ ശരിയായിരിക്കും എന്ന് വിചാരിക്കുന്നു, അതും തെറ്റാണ്. അയാൾ പറയുന്നതിലും തെറ്റുണ്ടാകും.